നല്ല മഴ കൊണ്ടത് ഇന്നേ എന്താ ഇത്ര നേരം മഴ പെയ്തില്ല. അപ്പക്ക് നോക്കി നോക്ക് കാറ് കണ്ടോ? എന്താ മഴക്കാറേ എന്താ ഏട്ടാ അപ്പൊ മഴക്കാറ് അച്ഛൻ വിചാരിച്ചു ഓടിക്കണ കാറാണ്. അതാ കണ്ടോ മഴക്കാറ് വന്നിരിക്കുന്ന കണ്ടോ? കണ്ടില്ലേ? അതൊക്കെ ആ അത് പെയ്യട്ടെ. ഇതാ കാറ്റ് വീശുന്നു. ഞങ്ങള് ഇതാ തുണി തിരുമ്പി ഇന്നില്ലേ. ആഹാ അമ്മേ കേറിക്കോ. സുകന്യേ വായ വായ എല്ലാരും ഇങ്ങോട്ട് വാ. വാതിലടച്ചിട്ട് എല്ലാരും ഉള്ളിൽ കയറിക്കോളി. ജനലടയ്ക്കും. കുഞ്ഞുണ്ണി അടച്ചാ? അയ്യോ നല്ല ഉണ്ട് ഉണ്ട്. ഇപ്പൊ ഈ മഴ കാറ്റും മഴയും പോയിട്ട് പോവാ. അമ്മുട്ടി അവിടെ രണ്ടോടി അടച്ചോ ഈ ജനല്? എടി കാറ്റത്ത് ഗ്ലാസ് പൊട്ടൊടി വണ്ണേ. ശശിയോ എന്ത് മീന്? നേരേക്കിയതല്ലേ? അമ്മ ഇവിടുന്ന് അടക്കി. ഇതാ ഒരു പരിപ്പ് വട ഉണ്ട്. ഉണ്ണി അമ്മല്ലേ അവിടെ എന്ത് കാറ്റ് അല്ലെങ്കിൽ എന്താ അതില് അവിടെ വെക്ക ഒരു പാത്രത്തിൽ. പുളി അവിടെയല്ലേ? നല്ല കാറ്റും മഴയും. പെയ്യട്ടെ പെയ്യട്ടെ. ഇത് തളയണ്ടേ? എന്ത് മീന സോന്യ? ഇതാണ്ടോ അയിലച്ചമ്പാൻ. എന്താ കുഴപ്പം? ചന്തല്ലേ? എന്താ കഴുകി തന്നു പറഞ്ഞിട്ട് കാര്യമില്ല. അതിന്റെ ഈ സൈഡ് കഴുകാൻ അവര് കടക്കാരൻ നേരാക്കല വെറുതെ നേരാക്കല. തലേമാലും കളയിൽ മാത്രമല്ലോ. ചീനച്ചട്ടിയൊക്കെ അവിടെയാണ് കേട്ടോ. ചീനച്ചട്ടിയും ചട്ടിയൊക്കെ അവിടേക്ക് ഉണ്ട്. അടുപ്പിലിട്ട് ചുട്ടോളുന്ന കോടപടയുണ്ട് സോന്യ. ഈ പേടിക്കേ വേണ്ട. ചെമ്പന് മറ്റേ തൊലി ഉണ്ടോ? ഇതുണ്ടോ മറ്റേ സാധനം? ചെളുക്ക ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമുക്ക് മീൻപുളി വെക്കണം, മീൻ വറക്കണം. ഇന്ന് നമ്മളില്ലേ മത്തൻ്റെ ഇല താളിച്ചതും പപ്പടം കാച്ചിയതും ആണ് കേട്ടോ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയത്. കുറച്ച് അച്ചാറും ഉണ്ടാക്കാനും ഉണ്ട്. നെല്ലിക്ക ആ അച്ചാറും ഉണ്ടാക്കണേ വൈകുന്നേരത്ത്. വലിയച്ച എന്തേ അച്ചാറിടാനാണേ? ആര് വാങ്ങിന്നുള്ളതാണോ കുഞ്ഞ കാര്യം? വീട്ടിൽ നിന്ന് അമ്മ വന്നിരുന്നു കേട്ടോ. അമ്മ വന്നിട്ട് ഉപ്പിലിട്ടല്ല അച്ചാറ്. ഉപ്പിലിടൊന്നും വേണ്ട. എന്തിനാ ഉപ്പിലിടുന്നു? ഇവിടുന്ന് ഇങ്ങോട്ട് നെല്ലിക്കച്ചാറ് കഴിച്ചിട്ട് കുറേ. അത് കാരണം വാങ്ങിയതാ. മാങ്ങഞ്ചിമാടെ കൂട്ടിയിട്ട് ഇടണം വിചാരിച്ചാണ്. മാങ്ങഞ്ചി തരണപ്പോ കിട്ടിയില്ല. നെല്ലിക്ക മാത്രം. കാറ്റോക്ക് കാറ്റോക്ക്. ആരും എന്നാലിപ്പോ സമാധാനമില്ലേ? മറ്റേത് പേടിയിരുന്നു ആ തേക്ക് കാരണം. അപ്പൊ ആ തേക്ക് പോയപ്പോ കൊറേ സമാധാനായി. പിന്നെ ഇനി തെങ്ങാണ്. തെങ്ങ് ഇവിടേക്കേ വരുള്ളൂ, അങ്ങോട്ട് പോയില്ല. ഈ പ്ലാവില്ലേ, ഈ പ്ലാവിന്റെ തലപ്പ് വെട്ടി കൊടുക്കണം കേട്ടോ. കാരണം മുഴുവൻ വെട്ടരുത്. നമുക്ക് കുരുമുളക് ആവശ്യത്തിന് കുരുമുളക് കിട്ടില്ല അല്ലേ? ആകെ കുരുമുളക് ഉണ്ടാവുന്ന ഒരു പ്ലാവ് അതാണ്. അതും കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ കുരുമുളക് പൈസ കൊടുത്ത് വാങ്ങേണ്ടി വരും. മീനിക്ക് വേണം, ഇറച്ചിക്ക് വേണം. കാറ്റ് നല്ല ഉഷാറ് കാറ്റ്. അതാ പേടി. കറണ്ട് പോയാ പെട്ടു. അവിടെ ഞാൻ പോയിട്ടു. അവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഇട്ട് നിറഞ്ഞു. ഇവിടെ നിറച്ച് വെച്ചിട്ടുണ്ട്. നാളത്തെ ഒരു ദിവസത്തേക്കുള്ളതൊക്കെ ഉണ്ട്. അതിനെന്താ അവിടെ 500ഉം ഇവിടെ 1000 ആണ് കേട്ടോ. ഇവിടുത്തെ 1000 നോക്കിട്ട് തരില്ല. അവിടെ ഉള്ളവരൊക്കെ ഇവിടെ വിളിക്കാം. അപ്പൊ പിന്നെ 1000 500 കണക്കാണ്. അവിടുത്തെ വെള്ളം തീർന്നാലും ഇവിടെ തീരില്ല. അല്ല ഇവിടെ തീർന്നാലും അവിടെ തീരില്ല. 1000 അതും 1000. 2 ടാങ്ക് നമ്മൾ ഒരു ടാങ്ക് നമ്മൾ അന്ന് വാങ്ങിയത്. പിന്നെ ഒരു ടാങ്കും ഈ
ആ മീന് നിരക്കിക്കോ, ചോറ് വെക്ക വന്നു കഴിഞ്ഞാൽ വേഗം കൂട്ടാൻ വെക്കാൻ തുടങ്ങാം. വേണ്ട, അല്ലെങ്കിൽ മഴ പോട്ടെ, എനിക്ക് പേടി. അങ്ങനെ ഒപ്പം വെച്ച് പൊളിച്ചാൽ മതി. അങ്ങനെ ഒപ്പം വെക്കുക. അങ്ങനെ അത് ഒരേപോലെ വെക്കും, ഒപ്പം വെക്കാം. ഐഡിയ പൂർവ്വം പൊളിച്ചു കഴിഞ്ഞാൽ പൊളിക്കപ്പോ അതാ പോയി. മഴ കറണ്ട് പോകുമ്പോഴേക്കേ തേങ്ങ ചിരവിട്ട് അരച്ച് വെച്ച് കഴിഞ്ഞാൽ ആ പണി കഴിയുമല്ലോ വിചാരിച്ചിട്ടാട്ടോ. കറണ്ടും പോയി ഇരുട്ടത്ത്. ഇതൊക്കെ കുറച്ച് നേരത്തെ ചെയ്തുകൂടെ നിങ്ങൾക്ക് ചിന്തിക്കുന്നുണ്ടാവും. മീൻകറി വെക്കേണ്ട ഐഡിയ ഇല്ലല്ലേ? അല്ല, കുറച്ച് ഇടയ്ക്കൊക്കെ നമ്മൾ വൈകുന്നേരത്തെ കറി വെക്കുമ്പോഴേ നേരത്തെ ചെയ്തൂടെ. രാവിലെ ചെയ്യുന്നുണ്ട്, വീഡിയോയിൽ കാണുന്നില്ലേ, രാവിലെ ചോറും കൂട്ടും. പക്ഷെ അത് ചിലപ്പോൾ തികയില്ല. ഇപ്പം ഇന്ന് പ്രതീക്ഷിക്കാണ്ട് രാവിലെ അമ്മ വരും പറഞ്ഞ്, അങ്ങനെ ചിലപ്പോൾ ആരെങ്കിലൊക്കെ ആയിട്ട് നമ്മുടെ വീട്ടിലുണ്ടാവും കേട്ടോ. എന്താ മുള്ളും ഇറച്ചിയും വേറെടുത്ത ശരി. നല്ല മഴ നീ വട്ട മറ്റേ കത്തിയായിരുന്നല്ലേ സോനിയെ? അരിവാളങ്ങ് തിരിച്ചു വെച്ച മാതിരി തമിഴ്നാട്ടിൽ കണ്ടിട്ടില്ലേ? തമിഴ്നാട്ടിലെ കണ്ടില്ലേ ഇങ്ങനെ അരിവാള് ചെരവുമാരിയുള്ള അരിവാള് തിരിച്ചു വെച്ചൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ കത്തി നമ്മളവിടെ അധികം കാണാനല്ലേ. പക്ഷെ മീൻ മുറിക്കാനൊക്കെ നല്ലതാണ് അല്ലേ? വെട്ടൊന്നും വേണ്ട, അതിൽ വെച്ചാൽ നിരക്കിയാൽ മതിയില്ല. അതെ, അറിയണം ചെയ്യാന്, അല്ലാത്തവരുടെ കയ്യും കാലം കേടുവരും. നോക്കി ചെയ്താൽ മതിയല്ലേ? ഇതുപോലെ പരിപാടികൾ നടക്കില്ല. 7 മണിയാകുമ്പോ 7 മണി മുതൽ 9 മണി വരെ ഇരുന്ന് പഠിക്കണം. 7 മണി മുതൽ അമ്പലത്തിക്ക് പോവാ. അച്ഛൻ പോകുമ്പോ അമ്പലത്തിക്ക് പൊക്കോളി, അല്ലാതെ 7 മണി മുതൽ 9 മണി വരെ പഠിക്കണം. എപ്പോ ഇവിടെ ഇരുന്ന് പഠിക്കണം. ആരുമില്ലാത്തടത്ത് പോയിട്ടല്ലേ പഠിക്കുക. ആരില്ലാത്തടത്ത് പോയി എന്താ നീ ചെയ്യണതൊക്കെ അറിയില്ലേ? പൊന്നാ, തേങ്ങ ചെറിയുള്ളി അരച്ചെടുക്കട്ടെ. എത്ര തേങ്ങ ഇട്ട് എത്ര ചെറുള്ളിയാണ് അത് പറഞ്ഞോ? അത് പറയാണ്ട് നീ കണക്ക് പറയാണ്ടുള്ള ഞാൻ 3/4 മുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയുള്ളിയാണ്. അതൊക്കെ പറയണേ, അല്ലാണ്ട് പിന്നെ എത്ര അയിലാണ് എത്ര തേങ്ങയാണ് അത് ഞാനില്ലേ നിങ്ങളുടെ ഞാൻ വെക്കണത് നിങ്ങളുടെ അളവിന് നിങ്ങൾ വെച്ച് കാരണം നമ്മൾ തോനെ വെക്കണതാ. നീ വെക്കണേന്റെ അളവ് നീ പറഞ്ഞു കൊടുത്താലാണ് അവർക്ക് വെക്കണേന്റെ അളവ് അവർക്ക് കിട്ടുമോ? നീ വെക്കണേന്റെ അളവ് നീ പറഞ്ഞു കൊടുക്കില്ല, എന്നിട്ട് അവര് വെക്കണേന്റെ അളവ് ചിലപ്പോ രണ്ടാളെ ഉള്ളു പറഞ്ഞാൽ ഞാൻ വെക്കുന്ന അളവ് എടുത്തു കഴിഞ്ഞാൽ ചേച്ചി എന്താ കൂട്ടാൻ ചോദിക്കും. നീ വെക്കുന്ന അളവിൽ നീ വെക്കി പറഞ്ഞു കൊടുക്ക്. അപ്പൊ അവർക്ക് അവർക്ക് വെക്കുന്നതിന്റെ അളവിൽ അവർ വെച്ചോളും. അപ്പൊ അവർക്കൊരു കണക്ക് കിട്ടുമല്ലോ. അപ്പൊ എത്ര 1.5 തേങ്ങ? 1.5 തേങ്ങ എന്തായിട്ടത് കല്യാണോ? ഒരു തേങ്ങ, ഒരു 3/4 മുറി തേങ്ങ. 3/4 മുറി അതന്നെ ഞാൻ ഉദ്ദേശിച്ചത്. അവര് ഇതൊക്കെ ആൾക്കാര് പറയും എന്താ ഒരു ബൗള് തേങ്ങ അല്ലെങ്കിൽ ഒരു കൈപ്പിടി തേങ്ങ. 3/4 മുറി പറഞ്ഞാൽ മനസ്സിലാവില്ല. ഒരു അരമുറി, ഒരു മുറിയുടെ പകുതിയല്ലേ? അപ്പൊ ശരി, കണക്കങ്ങ് ഒരു മുറിയുടെ പകുതി അല്ല കേട്ടോ. ഇതാണ് ഏട്ടനെ ഒരു 3/4 മുറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് 3/4 മുറി? ഒരു മുറി, ഒരു തേങ്ങയുടെ അരമുറി, പിന്നെ അതിന്റെ ഒരു കാൽഭാഗം. അതന്നെയല്ലേ ഇപ്പൊ ഞാനും പറഞ്ഞത്. അല്ലാണ്ട് ഒരു തേങ്ങയുടെ 3/4 മുറി പറഞ്ഞു കഴിഞ്ഞപ്പോ എങ്ങനെ? പിന്നെ എത്ര ഉള്ളി കേട്ടോ? ഒരു 5-6 ഉള്ളി കഴിയും. തുടങ്ങട്ടെ ഒന്നേ, എന്നിട്ടല്ലേ കഴിയല്. വലുതാ ചെറുതോ? മതിയോ? ഞാൻ തരാം, മതിയോ? അതിന് മതിയായിക്കണേ. വീട്ടിൽ നിന്ന് അമ്മ വരുമ്പോ കൊണ്ടുവന്നതാണ് കേട്ടോ. ഏട്ടൻ്റെ കടയിലുണ്ടല്ലോ പരിപ്പുവടിയും പഴംപൊരിയും ഒക്കെ. അപ്പോൾ കണ്ടമാനം കൊണ്ടുവന്നുകൊണ്ട് എല്ലാവർക്കും മതിയായി. ഇതിൻ്റെ കൂടെ ചോറുണ്ണാൻ നല്ല രസം കേട്ടോ. ചോറിനുമ്പോൾ സാമ്പാർ വേണമല്ലേ? സുകന്യക്ക് ഇഷ്ടമാണ്. തൊള്ളയത്തെ കഴിഞ്ഞോ? തൊള്ളയത്തെ കഴിഞ്ഞു ഇന്നിപ്പോ ആർക്കും വേണ്ടിയില്ല. ഇതാണ്ടോ കുഞ്ഞിനൊക്കെ ശ്വാസം വിടണോ പരിപ്പോടെന്ന് വയറിട്ട്. എന്ത് ഗാനമേളെ ആരാണ് നിർത്തി വെച്ചോ? നാളെ പാടാലോ.
നിങ്ങളെ പാടും. ഒരു ചെറിയൊരു സ്പൂണ് ഉലുവാട്ടോ. അങ്ങനെ പറ, അങ്ങനെ പറയേ, അങ്ങനെ പറയണേ. പിന്നെ ഒരാൾക്ക് മനസ്സിലാവണം. എന്താ മുളക് പൊടി മല്ലിപ്പൊടിയും പാടെ കൂട്ടിയിട്ട് നമുക്ക് കുറച്ച് കൂടുതൽ വേണ്ടേ, അപ്പോൾ കുറച്ച് മല്ലിപ്പൊടി ഇവിടെ കൂടുതൽ എടുക്കും കേട്ടോ. അപ്പോൾ 3 സ്പൂൺ മല്ലിപ്പൊടി, നമ്മുടെ സ്പൂണിന് 3 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി കേട്ടോ. എന്താ അനിയത്തിനെ പേടി? അല്ല, അത് ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യണം. ഇനി നമ്മളിതില്ലേ നന്നായിട്ട് എന്താ കറക്റ്റ് അളവിനോട് എടുത്താൽ മതി, പറയാൻ കിട്ടില്ല. എന്താ പിന്നെ നമ്മുടെ കറികൾക്ക് എന്താണെന്നറിയോ, പാക്കറ്റ് പൊടി അല്ലാത്തതും കൊണ്ട് നമ്മൾ വാങ്ങി കഴുകി പൊടിപ്പിക്കും കൊണ്ട് മുളകും മല്ലി ഒരു പ്രത്യേക വറുത്ത് അരച്ച് കഴിഞ്ഞ ഒരു പ്രത്യേക രുചി ഉണ്ടാവും കേട്ടോ. സുകന്യേ, എന്റെ ചോറായി. മീനുണ്ട്, എണ്ണിയോ? ആ എണ്ണം കേട്ടോ, എണ്ണീട്ട് അവിടെ എഴുതി വെക്ക്. പറയണ്ടേ എത്ര മീനാണ്? മീന് തലമാരും പോയത് അല്ലേ? തലക്കഷ്ണം എടുത്തിട്ട് കറിയും വെക്കുക, വാൽക്കഷ്ണം എടുത്തിട്ട് വറക്കും ചെയ്യും. അപ്പോൾ ഒരു കഷ്ണം കറിയത്തിയും കൂട്ടാം. നമ്മൾ ഇങ്ങനെ മീൻകറി കഴിച്ചിട്ട് എത്രയായി? ഒരുപാടായില്ലേ ഇപ്പൊ? ആര്? മീൻകറി ഉണ്ടാക്കി. ആ മീൻകറി നാള് പുഴമീൻ വാങ്ങിയിട്ടുണ്ടാക്കിയില്ലേ? അത് പുഴമീനാണോ? ആ ഈ മീനല്ലേ? ഇത് കടലിലെ മീന്. കടലിലെ മീനും പുഴമീനും ഒന്നാണോ? കണ്ടോ, ഇപ്പൊ കണ്ടില്ലേ? ആ കളറല്ലല്ലോ, കളർ വ്യത്യാസം. വേണ്ട സൂന്യെ, പുളി ഇട്ടു. ഇതിനൊക്കെ ഇനി ചെറിയ ഇത് പറ്റും. മഞ്ഞപ്പൊടി ഇതിന്റെ അളവ് എങ്ങനെ പറഞ്ഞു? ഇത് എടുത്ത് സ്പൂണിൽ എടുത്താൽ മതി. ഓ മീൻകറി എന്ത് പന്നാ? നെല്ലിക്ക അച്ചാറുണ്ടാക്കാനാണേ. യോട്ടോട്ടോട്ടോട്ടോ, നിങ്ങള് പച്ചാറുണ്ടാക്കാൻ സമ്മതിക്കില്ലേ? കഴുകിട്ട് തിന്നിട്ടാ. ചൂടാറിയപ്പോതാ മിക്സിയിൽ പലരും പല രീതിയിലുണ്ടാക്കും, ഞാൻ അതുപോലെ ഉണ്ടാക്കും കേട്ടോ. ഇത് നമ്മൾ കുറേ വീഡിയോയിൽ കാണിച്ചതാണ്. എന്നാലും നാളെ മീൻകറി വെച്ചപ്പോൾ ചേച്ചി ഈ മീൻകറി ഒന്ന് കാണിച്ചു തരുമോ ചോദിച്ചു. നമ്മൾ ആരെങ്കിലും ചോദിച്ചാൽ നമ്മൾ പറഞ്ഞ് കാണിച്ചു തരണ്ടേ? ഇപ്പോഴും മഴ ചാറിയും കൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. എന്ത് ഇത് കൂടല്ലേ 4 ചെറിയുള്ളിയും കൂടി ഇട്ടിട്ട് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഏത് കാലത്തല്ലേ സുഖം നമുക്ക് ഇന്ത്യക്കാരുടെ എന്താ അമ്മൂന്റെ കാല്? സോറി നമുക്ക് നമ്മുടെ നാടിന്റെ ഫ്ലക്സ് വെക്കണ്ടേ? ഏത് കാലത്ത് അതൊക്കെ പറ്റിയ? തല കുറച്ച് മതി, തലയും വാലും പകുതി പകുതി ഉണ്ടാവും സുഖന്യ. അപ്പൊ ആ തല കൂടുതൽ പോലെ തോന്നുകയാണ്. തല മാത്രം എങ്ങനെ കൂടുതൽ ഉണ്ടാവുള്ളൂ? എന്താ ചില മീനുകൾക്ക് 2 തലയുണ്ടോ? തല കൂടുതലൊന്ന് അരപ്പ് ഒഴിച്ചു കൊടുക്കണ്ടേ. ഗാനമേളയ്ക്ക് പോവാ, ഗാനമേളയ്ക്ക് പോവാ. ഇതിപ്പോ എവിടുന്ന പെട്ടെന്നൊരു ഗാനമേള വന്നതെന്ന്? ഈ വൈകുന്നേരം വരെ ആരും പറഞ്ഞേക്കാത്തൊരു ഗാനമേള. ഏത് കൂടെയൊക്കെയോ ഗാനമേള വന്നു. കുഞ്ഞിനപ്പം ഉണ്ടാക്കിയത് അല്ലേ? ഇത് എന്തിനാ ഇവിടെ കൊണ്ടു വെച്ചത്? അറിയാണ്ട് ചോദിക്കുന്നത്. എന്തിനാ ഇവിടെ കൊണ്ടു വെച്ചത്?
ഉണ്ടല്ലോ. കൂട്ടേണ്ട രീതിക്ക് കൂട്ടുകയാണെങ്കിൽ 2 നേരം തികയില്ല. അതിനല്ലേ ഇപ്പോൾ നമ്മളെ മീന് 3 കൂട്ടും ബാക്കി 7 കൂട്ടില്ല പറഞ്ഞാണ് സ്ഥിതി. അപ്പോൾ അതുകൊണ്ട് ദിവസം ഉണ്ടാവും. അതല്ല പറയുന്നത്, വറ്റിച്ച് എൻ്റെ വീട്ടിലും വറ്റിച്ച് വെക്കുക ചെയ്യുക. ഇവിടെ വറ്റിച്ച് വെക്കുകയല്ല കേട്ടോ. ഇവിടെ ഒഴിച്ച് കറി ഒഴിച്ചിട്ട് കൂട്ടും. ഒരു പാത്രം എടുത്തിട്ട് അതിൽ സാമ്പാറൊക്കെ നമ്മൾ ഒഴിക്കില്ലേ, അതുപോലെ എന്താ കാനർത്ത് വന്നു കഴിഞ്ഞാൽ വെച്ചാൽ കുടംപുളിയൊക്കെ ഇട്ടിട്ട് വറ്റിച്ച് വെക്കും. പക്ഷേ ഏട്ടൻ പോയി കഴിഞ്ഞ് വെച്ചാൽ ഏട്ടന് ചാറ് വേണം. അപ്പോൾ അമ്മ ചാറ് കറിയായിട്ട് വെക്കും. അതേപോലെ എൻ്റെ അച്ഛനും വേണം. എൻ്റെ ഏട്ടന്മാർക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ ഇങ്ങനെ ചോറിൽ കുറച്ച് ഒഴിച്ചിട്ട് അങ്ങനെ കഴിക്കും, ഞാനൊക്കെ ഉപ്പേരിയായിട്ട്. പക്ഷെ ഇവിടെ വന്നപ്പോൾ മുതൽ ഇങ്ങനെയാണ് കേട്ടോ. പിന്നെ നമ്മുടെ അങ്ങനെ കഴിക്കാനും പറ്റില്ല. ഉപ്പേരി ചോറിൽ വെച്ച് തിന്നുമ്പോഴൊന്നും പറ്റില്ല. ഇവിടെ കറി ചോറിൽ വെച്ച് എങ്ങനെ കഴിക്കണം അങ്ങനെ കഴിക്കണം. ചക്കക്കൂട്ടം കൂട്ടുന്ന പോലെ തിന്നണം. സാമ്പാറായാലും ശരി, എന്ത് കറിയായാലും ശരി, അത് ചോറിൽ ഒഴിച്ച് കഴിക്കണം. അങ്ങനെ അതായി. ഇനി മീനിൽ മസാല തിരുമ്പി വയ്ക്കണം. അച്ചാറിട്ടെ എന്നിട്ടല്ലോ മീൻ വറക്കുക. ഓണത്തിനും കൂടി അല്ല വിഷുവിനും കൂടി ഉണ്ടായിട്ടില്ല ഈ സമയത്ത് ഒരു പടക്കം പൊട്ടൽ കേട്ടാണ്. ഇതിപ്പോൾ വേൾഡ് കപ്പ് ആയപ്പോഴേക്ക് അവിടുന്ന് പാട്ടും കൂത്തും കേൾക്കണോ ഇവിടുന്ന് കേൾക്കണോ. സത്യം പറഞ്ഞാൽ ശരിക്കും ആഘോഷങ്ങളൊക്കെ ഇതാണോ മീൻ ഉടയോ ചോദിക്കില്ലേ, ഇതാ ഉടയില്ല കേട്ടോ. നമ്മളതിൻ്റെ നേക്കിൽ ചെയ്യാച്ചാൽ മീൻ ഉടയില്ല അല്ലേ. ആഘോഷങ്ങൾ മാറിപ്പോയതൊക്കെ ഓരോ വഴിക്കാണ്. ആഘോഷങ്ങളല്ലേ. കുറച്ചും കൂടി ഉണ്ട്. ഞങ്ങളിന്ന് കോങ്ങാട് പോകണമെന്ന് വിചാരിച്ച വൈകുന്നേരത്ത്. നാളെ ഉള്ളൂ രാവിലെ കോങ്ങാട് പോയിട്ട് വരണം അല്ലേ. എപ്പോഴും നമ്മൾ രാവിലെ നേരം വെളുത്തിടുമ്പോൾ കോങ്ങാടാണ്. എന്നൊന്ന് വെറുതെ വിടും, എനിക്ക് വയ്യ സത്യം. രാവിലെ എൻ്റെ ദൈവമേ, നിങ്ങളുടെ ഇടയിൽ എങ്ങനെ ഞാൻ വന്ന് പെട്ടെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. രണ്ടാളും രാവിലെ പറഞ്ഞ ഞാനാണോ പറഞ്ഞത്? രാവിലെ പോണം പറഞ്ഞു. രാവിലെ നേരത്തെ നീച്ചതും കോങ്ങാട് പോവോ? ഏട്ട വീട്ടിലത്തെ പണികളൊക്കെ ചെയ്യാച്ച ഞാൻ നാളെ നീച്ചതും കോങ്ങാട് പോയിട്ട് വരാം. 8 മണിയുടെ ബസ്സിന് പോയിട്ട് വരാം യസുവിന്. എന്നിട്ട് 10 മണിയാകുമ്പോഴേക്കും ഇവിടെ എത്തിയാൽ മതിയല്ലോ. എന്താ ചെയ്യുന്നതിനൊക്കെ ചട്ടിയിലാവുമ്പോൾ എന്താണെന്നറിയോ, ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ തിളയ്ക്കുമ്പോൾ നല്ലതല്ലേ. നല്ലതാ. ഇനി നെല്ലിക്ക അച്ചാറെടുത്തേട്ടോ. ഇന്ന് ഞാൻ സത്യം പറയാച്ചല്ലേ, ഇന്ന് പണിയില്ല വൈകുന്നേരത്ത് എന്ന് പറഞ്ഞിട്ട് ഇരുന്ന ഒരാളാണ് ഞാൻ. സന്തോഷമായി ഇന്ന് വൈകുന്നേരം കൂട്ടാനൊന്നും വെക്കണല്ലോ. അപ്പോൾ വൈകുന്നേരത്ത് ഞാൻ വിചാരിച്ചു, ഒന്നിപ്പോൾ മത്തൻ്റെ താളിച്ചതുണ്ട്, പപ്പടം കാച്ചിയതുണ്ട്, അച്ചാറും ഉണ്ടാക്കി കഴിഞ്ഞാൽ പിടുത്തം വിട്ടു 2 കോഴിമുട്ടിയും പൊരിച്ച് കഴിഞ്ഞാന്ന്. അപ്പയ്ക്കല്ലേ മീൻ കൊണ്ടുവന്നത്. ഇത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ വെച്ചാൽ നാളെ ഉണ്ടാക്കിയാലും മതി. പക്ഷെ നാളെ രാവിലെ ചിലപ്പോൾ ചോറ് കൊണ്ടുപോകാനാണ് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ കുട്ടികളുടെ തിരക്കും അല്ലെങ്കിൽ ആവുകയൊക്കെ ചെയ്യും കേട്ടോ. കഴിഞ്ഞോ? മീനുടഞ്ഞോ? മീനുടഞ്ഞോ? എങ്ങനെ മീനുടയ്യട്ടെ കാണിക്ക്. എന്താ കണ്ടാ മീൻ അതില്ലേ, ഇളക്കുമ്പോൾ നമ്മൾ നോക്കി ഇളക്കിയാൽ മതിയെന്നല്ലേ. അല്ല, ഉടയൊക്കെ ചെയ്യും. നമ്മൾ കയ്യിലും കൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ എന്താ മീനൊക്കെ ഉടയും. പക്ഷെ നമ്മൾ ഇളക്കുമ്പോൾ ശ്രദ്ധിച്ച് ഇളക്കിയാൽ മതിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. വേറെ പ്രശ്നമൊന്നുമില്ല. ഇന്ന് ബെന്ന് തിന്ന് കയറ്റിട്ടൊന്നും ഉച്ചയ്ക്ക് ഒന്നും കഴിക്കരുത് കേട്ടോ. മഞ്ഞ കഴിക്കില്ലാന്നോ? മഞ്ഞച്ചോയ ഈ ഒരു പൊട്ട് ബെന്നും കൊണ്ട് നീ കിടക്കാവോ? കുറച്ച് തുള്ളി വെള്ളം ഒഴിക്കും. ചോറ് തോന്നു. കുറച്ച് തുള്ളി വെള്ളം ഒഴിച്ചോട്ടോ. സുകന്യക്ക് പാചകം പഠിപ്പിച്ചു കൊടുക്കുന്നു. പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്.
പഠിപ്പിച്ചു കൊടുക്കണ്ടേ, പക്ഷെ പ്രാണിയാവോ ചോദിക്കുക. പഠിപ്പിച്ചു കൊടുക്കണ്ട് അവരവർക്ക്. ഇതിന്റെ അളവ് എല്ലാം നോക്കിയ സൂര്യ, എത്ര സ്പൂണ് മുളക് പൊടി, എത്ര സ്പൂണ് മല്ലിപ്പൊടി, അപ്പൊ അത് നമുക്കറിയാലേ. മല്ലിപ്പൊടി ഇടും, മല്ലിപ്പൊടി ഇടും. ആ അതെപ്പോ അല്ലേ. വീട്ടിലത്തെ അമ്മല്ലേ, അമ്മ മീൻ വറക്കണ സമയത്ത് മുളക് പൊടി, മല്ലിപ്പൊടി, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, അതേ എന്താ ചെറിയുള്ളി ഒക്കെ പാടിട്ടിട്ടില്ലേ, നന്നായിട്ട് അങ്ങോട്ട് അരയ്ക്കും. കുരുമുളകും പാടെ കൂട്ടിയിട്ട് അരയ്ക്കും. അരച്ച് തിരുമ്പിയിട്ടില്ലേ കുറച്ച് നേരം അങ്ങോട്ട് വെച്ചിട്ട് ആണ്ട് വറുത്ത വെളിച്ചെണ്ണയിൽ ഇങ്ങനെ വറുത്താണ്ടല്ലോ എൻ്റെ അമ്മ എന്തോ ഒരു ടേസ്റ്റ്. എന്നിട്ട് ലാസ്റ്റ് അതിൻ്റെ ആ പൊടിയില്ലേ, ആ ചീരച്ചട്ടിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ തല്ലുകൂടും. ഇപ്പം പിന്നെ ആ തല്ലുകൂടലൊക്കെ നിർത്തി. കൂടെ പോകുമ്പോൾ ഓരോ രീതിയിലല്ലേ ഉണ്ടാക്കുക. മസാല പിടിക്കണ്ട എനിക്ക് വേണ്ട. ഈ നല്ല എണ്ണയിലുണ്ട് ഒരു 1.5 ലിറ്റർ എണ്ണയിലുണ്ട് ഇട്ടാൽ മതി. ഈ ചെരുപ്പൊന്ന് ഇട്ടോട്ടെ. അച്ചാറ് ചെറുനാരങ്ങ എങ്ങനെ ഉണ്ടാക്കുക, നമ്മുടെ നല്ലെണ്ണയിൽ വെറുതെ വഴറ്റിയിട്ടില്ലേ അങ്ങനെ ഉണ്ടാക്കുക. പച്ചക്ക് വേണമെങ്കിൽ പച്ചക്ക് ഉണ്ടാക്കുക. അത് നെല്ലിക്കച്ചാറ് കഴിച്ചിട്ട് സത്യം പറഞ്ഞ കുറേ ഇട്ടാ. നെല്ലിക്കച്ചാറേ കഴിച്ചിട്ട് കുറേ അറിയാം. പറയണ്ട, ഉണ്ടാക്കി തരില്ല. ഞാൻ വന്ന് മലക്ക് മാലിട്ടപ്പോഴോ ഒരു പ്രാവശ്യം ഉണ്ടാക്കി. അതിന് നിങ്ങളില്ലേ കടയ്ക്ക് പോണുണ്ട്, നിങ്ങൾ വാങ്ങിട്ട് വന്ന് വരില്ല. ഞാനതിന് ഒരു പ്രാവശ്യം വാങ്ങിട്ട് വന്ന് വിടാൻ പറയാം. എല്ലാവരും കൂടി നെല്ലിക്ക തിന്നാലും ഒരു കാര്യം പറയട്ടെ, നെല്ലിക്കട അച്ചാറിടാൻ കൊണ്ട് ഞാൻ അച്ചാറുണ്ട്. അതിന് നെല്ലിക്കയും കൊണ്ട് ജ്യൂസ് അടിക്കും കുട്ടികൾ കണ്ടു കഴിഞ്ഞാൽ. ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ അച്ചു കണ്ടു കഴിഞ്ഞാൽ അത് ഉപ്പിലിടും ചെയ്യും. മീൻ വറുത്തതുമായി ഓരോ കഷ്ണം തന്നെ കേട്ടോ വറുത്തുള്ളൂ. നാളേക്കുള്ളത് എടുത്ത് വെച്ചിട്ടുണ്ട്. കുട്ടികളൊക്കെ അത്ര തന്നെ കഴിക്കുള്ളൂ. എൻ്റെ കൈ ഇവിടെ കരിയുണ്ടാവും. ഇതിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ സൈഡിലാവുമ്പോൾ ഒന്നും കൂടി ഇരുന്ന് മൊരിയും ചെയ്യും. ആയി പൊന്നാ, ഇപ്പം തരാം. പോയി എടുത്തിട്ട് വന്ന ചോറ് മീൻകറി ആയി. അച്ചാറ് പിന്നെ ഇപ്പിക്കല്ലല്ലോ, നാളേക്ക് ഇത് രസം ഉണ്ടാവുള്ളൂ. എടുത്തിട്ട് വന്ന നമ്മുടെ കുട്ടി ചോറ്. അല്ലെങ്കിൽ അങ്ങോട്ട് പോവാം നമുക്ക്. വിശക്കുണ്ടെങ്കിൽ പോയി എടുത്തിട്ട് വന്നോ. കറിയൊക്കെ ആയതല്ലേ ഇതിനെന്താ ആണല്ലേ ആണല്ലേ എന്താ കായത്തിന്റെ പൊടിയോ? മറ്റേ കായത്തിന്റെ മണം നല്ല മണമുണ്ടേ. ആദ്യമായിട്ടാട്ടോ നമ്മൾ ഇന്നാളൊരു ആദ്യമായിട്ടല്ല, ഇന്നാളൊന്ന് വാങ്ങി നമ്മൾ ഉള്ളിവട ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു വിരുന്നുകാർ വരുമ്പോൾ. അപ്പോൾ ഞാൻ ഇതിപ്പോൾ വാങ്ങിയിട്ട് വരാൻ പറഞ്ഞിട്ടോ. കട്ടക്കായ ഉണ്ട്, അത് സാമ്പാറിൽ നോക്കി നോക്കട്ടെ പറഞ്ഞിട്ട്. പക്ഷെ കട്ടക്കായം ഇത് പറയില്ല, LGയുടെ നല്ല കായാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ. സാമ്പാറിക്കൊക്കെ നല്ല സാമ്പാറിൻ്റെ മണം ഉണ്ടാവില്ല ഏട്ടാ. അച്ചാറിൻ്റെ കായത്തിന് നല്ല ചുവയാണ്. സാമ്പാറിൽ രസത്തിലൊക്കെ കായത്തിൻ്റെ രുചി മുന്നിട്ട് നിൽക്കണം അല്ലേ. എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായോ? കടുക് എന്താ അതെന്ന് കടുക് പാത്രത്തിൽ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് കേട്ടോ. ഈ ചട്ടിയിൽ സുർക്ക ഒഴിക്കുമ്പോഴേ വേഗം എടുത്ത് മാറ്റി വയ്ക്കണം. ഞാൻ ഉണ്ടാക്കിയത് മാറ്റി വെച്ചിട്ടോ. പഠിക്കലും കഴിഞ്ഞു, ഒരു കരച്ചിലും കഴിഞ്ഞു.
പഠിക്കലും കഴിയും. അതൊക്കെ ഉണ്ടാവും. 6 ആളും പാടെ ഇരുന്ന് കഴിഞ്ഞ് വെച്ചാൽ അപ്പോൾ 6 സ്ഥലത്ത് പോയിട്ട് ഇരിക്കില്ല. ഓരോരുത്തർ 3 അവിടെ 3 ഇവിടെ ഇരുന്നാൽ മതി. വേനൽക്കാലമാണ് പറഞ്ഞാൽ മുകളിൽ കൊണ്ടുപോയിട്ട് ഇരുത്താം. ഇതിപ്പോൾ അവിടെ പോയി ഇരിക്കാൻ പറഞ്ഞു വെച്ചാൽ നമ്മളെല്ലാവരും അവിടെയെന്ന് വെച്ചാലാണ് അവരവിടെ ഇരിക്കുള്ളൂ. ഇല്ലെങ്കിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടുട്ടോ. കുറച്ച് പേര് ഇവിടെ ഇരുന്നിട്ട് പഠിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് പറ്റില്ല. അപ്പോൾ അവർക്ക് അവിടെ വന്നിരിക്കേണ്ടി വരും. നമ്മളെവിടെ നിൽക്കുന്നു പറഞ്ഞാൽ നമ്മളിവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിരിക്കും. അതാണ് മക്കളുടെ അവസ്ഥ. നല്ല രീതിയിൽ എരിവ് വേണോന്ന്. അച്ചാർ കുറച്ച് എരിവൊക്കെ വേണ്ടേ, അല്ലെങ്കിൽ കുഞ്ഞിന് മാത്രമേ തിന്നാൻ പറ്റൂ. എനിക്ക് തിന്നാൻ പറ്റില്ല, ഞാൻ തിന്നില്ല എരിവില്ലാണ്ട്. എവിടേക്ക് അവിടെ ആരുമില്ല. അച്ചാറൊക്കെ പറഞ്ഞു വെച്ചല്ലേ കുറച്ച് എരിവ് വേണമല്ലേ. എരിവ് വേണം, നല്ല നിറം വേണം, നല്ല മണം വേണം. അച്ചാറുടെ കുഞ്ഞാ മഞ്ഞപ്പൊടി ഇരുമ്പ് ചട്ടി ആയതുകൊണ്ടേ ചൂട് വേഗം. ഉലുവപ്പൊടി നമ്മളിത് വറുത്ത് പൊടിച്ച് വെച്ചതാണ് കേട്ടോ. ഉലുവപ്പൊടി, കായപ്പൊടി, ഉപ്പിട്ടില്ലേ? ഉലുവപ്പൊടി, കായപ്പൊടി, ഉപ്പ് കേട്ടോ. അത് വഴറ്റുമ്പോഴും ഇടാം. പക്ഷേ അപ്പയ്ക്ക് എന്താണെന്നറിയാം, നല്ല അങ്ങോട്ട് തീ കത്തിയിട്ട് ഇരുമ്പ് ചട്ടിയല്ലേ കരിയുള്ളൂ കേട്ടോ. ഇതാണ്ടോ നമ്മുടെ അച്ചാറ്. അത് ചട്ടിയിൽ ഇരുന്നിട്ട് കുറുകേ. ഒന്ന് ഇരുമ്പ് ചട്ടിയല്ലേ. ഇപ്പോൾ ഇതാ കുറച്ച് കഴിയുമ്പോഴേക്കും ഈ വെള്ളമൊക്കെ ഇതാക്കണ്ടോ, കണ്ടില്ലേ വറ്റുന്നത് കണ്ടോ, കണ്ടില്ലേ കുറുകി വരുന്നുണ്ടോ. അപ്പോൾ നമ്മുടെ അച്ചാറുമായി. ഞാനിതെടുത്തിട്ട് ഇപ്പം തന്നെ വേറൊരു പാത്രത്തിലേക്ക് ആക്കി വയ്ക്കും കേട്ടോ. ഇതാ കണ്ടോ, കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇടേണ്ടതാണ്. കറിവേപ്പിൻ്റെ ഇല ഇവിടെ ഇല്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ ഇവർക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന കറിവേപ്പിൻ്റെ ഇല ഇട്ട് കഴിഞ്ഞാൽ ഏട്ടനൊന്നും ഇഷ്ടമല്ല. ഏട്ടൻ ചീത്ത അറിയും. ഇത് നാളേക്ക് കഴിയുമ്പോഴേക്കും നല്ല സെറ്റായിട്ടുണ്ടാവും. എനിക്കിതിൽ ഈ നെല്ലിക്കേനെക്കാട്ടിലും ഇഷ്ടമാണ് ഈ വെളുത്തുള്ളിയില്ലേ അത് കടിക്കണത് അല്ലേ. ഭയങ്കര ഇഷ്ടമാണ്. ഇതാ ആ പാത്രം അതാ കുപ്പി പാത്രത്തിലാക്കി വെച്ചു. കുപ്പി പാത്രത്തിലേക്ക് ആക്കി വയ്ക്കാം. സുകന്യയും ഏട്ടനും ഇത് 4 ദിവസം വെച്ചാൽ കാണാട്ടോ. എന്താ വെച്ചാൽ ഇവിടെ 2 പേർക്ക് സുകന്യയും ഏട്ടനും ചോറ് കൂടെ അങ്ങനെ കുഴച്ച് കഴിക്കുകയും. അപ്പോൾ നമ്മുടെ വിശേഷം നിർത്തുകയാണ് കേട്ടോ. അത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള അച്ചാറ് മാങ്ങച്ചാറാണ് കേട്ടോ. അത് ഒട്ടുമിക്ക ആൾക്കാർക്കും ഇഷ്ടം അതായിരിക്കുമെന്നാണ് തോന്നുന്നത്. മാങ്ങച്ചാറും നാരങ്ങാച്ചാറും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം നമ്മളില്ലേ പാത്രങ്ങളൊക്കെ കഴുകിക്കാണ്ട് അവിടെ ഏതാ കുട്ടികളെ പഠിപ്പിക്കണം, അതിൻ്റെ തിരക്കുകൾ. അപ്പോൾ എന്താ നാളെ കാണാം.